കണയന്നൂർ താലൂക്കിലും കൊച്ചി സിറ്റി റേഷനിങ് ഓഫീസിൻ്റെ പരിധിയിലും കടലോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നും കൂടിയ വില കൊടുത്ത് സംഭരിച്ചും റേഷൻ കടകളിൽ നിന്ന് കരിഞ്ചന്തയിൽ സംഭരിച്ചും മറ്റ് ആവശ്യങ്ങൾക്കായി റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കടത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഫോട്ടോയും അടക്കമുള്ള തെളിവുകൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്നേ ദിവസം ഒരു ജില്ലാ ദക്ഷിണ മേഖല ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയതിൽ ഇത് വാസ്തവമാണെന്ന് കണ്ടെത്തുകയും റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ചാക്കുകളിൽ നിറച്ച് പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച് കടത്തിക്കൊണ്ടുവന്ന് സംഭരിച്ചിരിക്കുന്ന അത് കണ്ടെത്തുകയും ഒരു പൂട്ടി ഇട്ടിരിക്കുന്ന ഒരു കടമുറിയിൽ സംഭരിക്കുന്നത് കൂടാതെ ഓട്ടോറിക്ഷയിൽ ഇത്തരം ഭക്ഷ്യധാന്യങ്ങൾ കടത്തിക്കൊണ്ട് വന്ന് ഇറക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥയെക്കുറിച്ച് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് അന്വേഷിച്ചതിൽ ആരും തന്നെ മുന്നോട്ട് വരികയുണ്ടായില്ല. പിന്നെ അത് വിശദമായ അന്വേഷണം വേണ്ട ഒരു സാഹചര്യമാണ്. ഇതാരാണ് ഈ വ്യാപാര സ്ഥാപനം നടത്തുന്നത് എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ക്ലെയിം ആരും ഉന്നയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഓട്ടോറിക്ഷയിൽ കണ്ടെത്തിയ സ്റ്റോക്കും ഓട്ടോറിക്ഷയും പിന്നെ കടമുറിയിൽ നിന്ന് കണ്ടെത്തിയ സ്റ്റോക്കും 1955 അവശ്യസാധന നിയമത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുള്ളതും കേസെടുത്തിട്ടുള്ളതുമാണ്. കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതുമായിരിക്കും. അതുകൂടാതെ ജില്ലാ കളക്ടർക്ക് തുടർ നടപടിക്കായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കടമുറി പൂട്ടിയിട്ട നിലയിലാണ് കണ്ടത്. അതിൻ്റെ പൂട്ട് ബ്രേക്ക് ചെയ്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്.